നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ സഹോദരൻ കസ്റ്റഡിയിൽ. സഹോദരൻ രാധാകൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പച്ചിന്. പ്രസാദ്, എവിടെ നിന്നാണ് ഇയാൾ കസ്റ്റഡിയിലായത്? ലക്ഷ്മി, നേരത്തെ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഈ പോലീസ് നായ ചെന്ന് നിന്നത് ചെന്താമരയുടെ സഹോദരന്റെ, അതായത് ചെന്താമരയുടെ തറവാട്ട് വീട്ടിലായിരുന്നു. അവിടെ ആ വീട്ടിൽ നിന്നതിന് ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള കുളത്തിലേക്കാണ് ഈ നായ പോയത്. അവിടെ വെച്ച് അതിന്റെ പരിശോധന അവസാനിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പോലീസ് മനസ്സിലാക്കുന്നത് ഈ കൃത്യം നടത്തിയതിനു ശേഷം ചെന്താമര ഇവരുടെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ ചെന്താമരയുമായി ഈ കുടുംബം ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിരുന്നവരാണോ പ്രസാദ്? ഇവർ വലിയ തോതിലുള്ള ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആ പരിശോധന നടത്തുന്ന സമയത്ത് അവിടുത്തെ വീട്ടമ്മയോട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള വലിയ അടുപ്പമൊന്നും ചെന്താമരയോട് ഇല്ല എന്നുള്ളതായിരുന്നു അവർ നൽകിയിട്ടുള്ള നമ്മളോട് പറഞ്ഞിരുന്ന പ്രതികരണം. പക്ഷേ പോലീസ് ഈ പ്രദേശത്ത് കിട്ടുന്നത് ഇടയ്ക്ക് തറവാട്ടിൽ പോകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കൊലപാതകമായി ഒന്നും തന്നെ സഹോദരന്റെ ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ പോലീസ് വീട്ടിലേക്ക് ഓടിയെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരനെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? ചെന്താമര എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചെന്താമരയുടെ തമിഴ്നാടുമായുള്ള ബന്ധം, അതോടൊപ്പം തന്നെ അവിടെ എവിടെയായിരുന്നു ചെന്താമര ജോലി ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, ശരി പ്രസാദ്. ചെന്താമരയ്ക്കായി 4 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പരിശോധന നടത്തുകയാണ്. ഇതിനിടയിലാണ് ഡോഗ് സ്ക്വാഡിൽ നായ ഈ ചെന്താമരയുടെ സഹോദരന്റെ വീട്ടിലേക്ക് എത്തുന്നതും സഹോദരനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.